ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡോജോന്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, സ്വെല്ലിങ്ങും ഉണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കൈ അനക്കാതെ ശ്രദ്ധിക്കണം. 2 ദിവസം ഹോസ്പിറ്റലിലും ഒബ്സർവേഷനിൽ ഇരിക്കേണ്ടി വരുമെന്ന് ഡോക്ടർ അവരോട് പറയും. ഞാൻ നാളെ തന്നെ കമ്പനിയിലേക്ക് പോയി എല്ലായിടത്തും സത്യാവസ്ഥ ബോധിപ്പിക്കാമെന്ന് ഡോജോൺ പറയുമ്പോൾ ഹിയോൺ സമ്മതിക്കത്തില്ല. ഇയാൾ ഓക്കെയാണ്, ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്, എന്തെങ്കിലും ഒരു ദിവസം ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ പല പ്രാവശ്യം സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചപ്പോഴും എനിക്ക് ഇതിനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ടീംമേറ്റ്സ് ആകെ ഷോക്ക്ഡാണ്. അത്ര ഈസി ആയിട്ട് പറയാൻ പറ്റിയ കാര്യമല്ലല്ലോ, അതുകൊണ്ടാവാൻ മിണ്ടാതിരുന്നതെന്ന് സേവൺ പറയും. ആ കുട്ടി പിന്നെ എല്ലാവരുടെ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കണമായിരുന്നു. നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ലല്ലോ, ഡ്യൂട്ടീസ് എല്ലാം ആ കുട്ടി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ടീം ലീഡർ ബാങ്ങും ചോദിക്കും. സ്വന്തം അമ്മ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല സേവണിന് കുറ്റബോധമുണ്ട്. അവൾക്ക് ഡോജൂണിനെയും ഹിയോണിനെയും ഫേസ് ചെയ്യാനും മടിയാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡോജൂൺ അവളെ ആശ്വസിപ്പിക്കും. അമ്മ ഇത്രയധികം ആഗ്രഹിക്കുന്ന ആ കമ്പനി, ആ പൊസിഷൻ, അതൊന്നും എനിക്ക് ആവശ്യമില്ല. അമ്മ ഇതൊന്നും ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്കിതിലൊന്നും താല്പര്യവുമില്ല. അമ്മയെ സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് അങ്കിളിന് മാത്രമേ പറ്റത്തുള്ളൂ, അതിന് ശ്രമിച്ചുകൂടെയെന്ന് അവൾ ഡോജൂണിൻ്റെ അടുത്ത് ചോദിക്കും. സേവൺ ഹിയോണിൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. ഇയാൾ എന്തിനാണ് അപ്പോളജൈസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹിയോൺ അവളെ ആശ്വസിപ്പിക്കും. എന്നാലും ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടമാണ് സേവണ്. ഞാൻ ഫസ്റ്റ് പ്രൈസ് നേടിയത് തെറ്റായ വഴിയിലൂടെ അല്ലാന്ന് സേവൺ അറിയാമല്ലോ, എനിക്കും അറിയാം, ഇയാൾക്കും അറിയാം, നമ്മുടെ ടീമിലുള്ള ബാക്കിയുള്ള ആളുകൾക്കും അറിയാം. സത്യം ഇവഞ്ച്വലി പുറത്തു വരും, അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കേണ്ടെന്ന് അവൾ സേവണിൻ്റെ അടുത്ത് പറയും. ഡോജൂൺ പറഞ്ഞതനുസരിച്ച് ജഡ്ജിങ് പാനലിലെ ആളുകളുടെ ലിസ്റ്റ് സെക്രട്ടറി ഗോ എടുത്തുകൊണ്ട് വരും. നോക്കുമ്പോഴത്തേനും അതിൽ അവൻ്റെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. അതിൽ ജഡ്ജിങ് ക്രൈറ്റീരിയ എല്ലാം വളരെ വേഗമായിട്ട് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെ അടുത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് വേറെ ആയിട്ട് ആരോ ചെയ്തതാണ്. എക്സ്റ്റേണൽ ഇവാലുവേറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരു കമ്പനിയുടെ പേരും സിഇഒയുടെ പേരും കാണും. അങ്ങനെ ഒരു കമ്പനിയെ പറ്റി ഡോജൂൺ കേട്ടിട്ടില്ല. പക്ഷെ ആ സിഇഒയുടെ പേര് കേൾക്കുന്നുണ്ടെ എവിടെയോ പണ്ട് കേട്ടിട്ടുള്ളത് പോലെ അവന് ഓർമ്മ വരും. അയാളെ പറ്റിയും ആ കമ്പനിയെ പറ്റിയും കൂടുതൽ അന്വേഷിക്കാനായിട്ട് സെക്രട്ടറി ഗോയുടെ അടുത്ത് പറയും. CCTV ഫൂട്ടേജസ് വല്ലതും കിട്ടുമോ എന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്രട്ടറി ഗോ ചെന്നപ്പോഴത്തേക്കിനും അത് ഓൾറെഡി ആരോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജംഗും പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. ഫസ്റ്റ് പ്രൈസിന് ഇനിയിപ്പോൾ പ്രൈസ് മണി ഒന്നും കൊടുക്കണ്ട, അതുപോലെ തന്നെ സെക്കൻഡ് പ്ലേസും തേർഡ് പ്ലേസും ഇൻവാലിഡ് ആണെന്ന് പറയണം. അതാകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാവുന്നതാണ് ജംഗുവിൻ്റെ കണക്കുകൂട്ടൽ. പിറ്റേ ദിവസം ഹിയോൺ ഓഫീസിലേക്ക് വരുന്നുണ്ടെ അവളെ കാണുമ്പോൾ എംപ്ലോയീസ് ഒക്കെ കുറ്റം പറഞ്ഞു തുടങ്ങും. ഇതാ പെൺകുട്ടിയല്ലേ, ഒരു നാണോ ഇല്ലാതെ ജോലിക്ക് വരുന്നത് കണ്ടില്ലേ, ആ പെൺകുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയേനെന്നൊക്കെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇവർ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഇവളും കയറാനായിട്ട് തുടങ്ങും. ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടുമാണ് മിനുക്ക് വരുന്നത്. അതുകൊണ്ട് അവളെ അവരുടെ കൂടെ ലിഫ്റ്റിൽ കയറാനായിട്ട് സമ്മതിക്കത്തില്ല, പിടിച്ച് മാറ്റി നിർത്തും. ഇയാള് നന്നായിട്ട് ഷോക്കായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, കുഞ്ഞ് ഓക്കെ ആണോ എന്നൊക്കെ അവൻ കാര്യമായിട്ട് അവളോട് അന്വേഷിക്കും. നമ്മൾ മാനേജർ ജാങ്ങിനെ ഇനി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, മാഡം എന്ന് വിളിക്കണോ, നമ്മുടെ കൂടെ ഇനി നിന്ന് ഫുഡൊക്കെ കഴിക്കുമോ എന്നൊക്കെയുള്ള ഡിസ്കഷനാണ് ടീം മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക്. അന്നേരം സെക്കൻഡ് പ്ലേസും തേർഡ് പ്ലേസും കിട്ടിയ ടീം മെമ്പേഴ്സിൻ്റെ ടീം ലീഡേഴ്സ് അവിടേക്ക് വരും. അവരുടെ ദേഷ്യം മുഴുവൻ ടീം ലീഡർ ബാങ്കിൻ്റെ അടുത്താണ് പറഞ്ഞു തീർക്കുന്നത്. നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ പ്രസിഡന്റിനെ ഡേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നത്. അതുകൊണ്ടിപ്പോൾ അവർ 3 പ്രൈസസും ക്യാൻസൽ ചെയ്തേക്കുകയാണ്. ഞങ്ങൾ അവരോട് എന്ത് സമാധാനമാണ് പറയേണ്ടത്, നിങ്ങളുടെ ടീം മെമ്പർ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയും. ഞങ്ങളും ഇതൊന്നും അറിഞ്ഞതല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇവർ സമ്മതിച്ചു കൊടുക്കത്തില്ല. ടീം മെമ്പേഴ്സ് മുഴുവൻ ഹിയോണെ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതന്നെയാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നതും ഈ സംഭവങ്ങളൊക്കെ അറിയുന്നതും. അവൾ അന്നേരം തന്നെ ജംഗുമിനെ കാണാനായിട്ട് പോകും. ഞാനല്ലായിരുന്നു ടാർഗറ്റ്, പിന്നെ എന്തിനാണ് സെക്കൻഡ് പ്ലേസും തേർഡ് പ്ലേസും ക്യാൻസൽ ചെയ്തതെന്ന് അവൾ ചോദിക്കും. എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അത് ഞാൻ പ്രൂവ് ചെയ്തോളാം, ഞാൻ തന്നെ ഒബ്ജക്ഷനും റേസ് ചെയ്തോളാം. പ്രൈവറ്റ് മാറ്ററും പ്രൊഫഷണൽ മാറ്റേഴ്സും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്കാണ്. കാരണം ഇന്നലെ അവിടെ വന്നിട്ട് സിസ്റ്റർ ഇൻ ലോ എന്ന് എന്നെ വിളിച്ചത് നിങ്ങളാണെന്നൊക്കെ അവൾ പറയും. സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഇയാൾക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. കാരണം എന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് കൺഫ്രണ്ട് ചെയ്യാനായിട്ട് ബാക്കി ഒരു എംപ്ലോയീസിനും അനുവാദമില്ല. ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ കൃത്യമായിട്ട് സെക്രട്ടറിയുടെ അടുത്ത് വേണം ആദ്യം പോയി പറയാനായിട്ടെന്നൊക്കെ അവളും തിരിച്ചു പറയും. ജംഗുമാണ് അന്ന് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡോജൂൺ അവിടേക്ക് വരും. എല്ലാവരും പുറത്തേക്ക് പോകാനായിട്ട് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തുകയാണ്, ഇപ്പോൾ അവർക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല എന്ന് ജംഗും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയതല്ല ഞാൻ ഇവരുടെ ഫ്രണ്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് ഡോജൂൺ ചോദിക്കും. ഇന്നലെ ഹിയോൺ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. ജഡ്ജിങ് പാനലിൽ എൻ്റെ പേര് എഴുതി ചേർത്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ഞാനാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ?
പറ്റുമെങ്കിൽ നീ അത് പ്രൂവ് ചെയ്യാനായിട്ട് ജഗ്ഗു അവനെ വെല്ലുവിളിക്കും. എക്സ്റ്റേണൽ ഇവാലുവേറ്റേഴ്സിന്റെ കൂട്ടത്തില് ഹിഡൻ പാർട്ട്നേഴ്സ് എന്നൊരു കമ്പനി കണ്ടു. അതിന്റെ സിഇഒയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾക്ക് പേഴ്സണലി പരിചയമുണ്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നു അവൻ അർത്ഥം വെച്ച് പറയും. അത് കേൾക്കുമ്പോൾ ജംഗും ഒന്ന് പതറുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ച ആളുകളായിരുന്നു ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതെന്ന് ജംഗും അന്നേരം മറുപടി കൊടുക്കും. നമുക്ക് സംശയം ഉണ്ടെന്നുള്ളത് അവരെ അറിയിക്കാനായിട്ട് പാടില്ലായിരുന്നു. അവരെന്തെങ്കിലും ചെയ്താലോ എന്ന് സെക്രട്ടറി കോ ചോദിക്കുന്നുണ്ടേ. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായും അത് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയും. എന്നിട്ട് പ്രൈസ് കിട്ടിയ 3 പേരെയും ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് വരാനായിട്ട് സെക്രട്ടറി കോ എടുത്ത് പറയും. ഡോജൂൺ ആദ്യം അവരോട് അപ്പോളജൈസ് ചെയ്യും. ഞാൻ ആ ജഡ്ജിങ് പാനലിൽ ഇല്ലായിരുന്നു, ഞാൻ ഹിയോണ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കിട്ടിയ ആളുകളുടെ അടുത്ത് പറയും. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് പകുതി കോമ്പൻസേഷൻ തരാം. രണ്ടാമത്തേത്, ഇത് റീജഡ്ജ് ചെയ്യാനുള്ള അവസരമാണെന്ന് പറയുമ്പോഴത്തേക്കിനും ഹിയോണിനും ഒരാൾക്കും അത് സമ്മതമാണ്, മറ്റേ ആൾക്ക് പക്ഷേ സമ്മതമല്ല. കാരണം വീണ്ടും ആരെങ്കിലുമൊക്കെ ജഡ്ജ് ചെയ്യുമ്പോൾ ഫെയിലായി പോകാനുള്ള സാധ്യതയുണ്ടല്ലോ, അത് നാണക്കേടല്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിന് ഇന്റേണലും എക്സ്റ്റേണലും ഇവാലുവേറ്റേഴ്സ് കാണും. ഫൈനൽ റൗണ്ട് എങ്ങനെ വേണമെന്ന് ആലോചിക്കുന്നതേ ഉള്ളൂ എന്ന് ഡോജൂൺ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ ജഡ്ജ്മെന്റിന് പബ്ലിക്കിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്താലോ? കാരണം ഓൾറെഡി ഇപ്പോൾ പ്രോഡക്ട്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫെയർ ആയിരിക്കത്തില്ലേ എന്ന് ഹിയോൺ ചോദിക്കും. അങ്ങനെ എന്തിനാണ് സജസ്റ്റ് ചെയ്തതെന്ന് ഡോജൂൺ ചോദിക്കും. ഞാൻ രാപ്പകലില്ലാതെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാണ്, എനിക്ക് എങ്ങൊന്നും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല, പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ വിൻ ചെയ്തതെന്ന് പബ്ലിക്കിന് മനസ്സിലാവണം, അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞതെന്ന് അവൾ പറയും. എന്നാലും കുറച്ച് ആളുകളെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ കാണുമെന്ന് ഡോജൂൺ അവളെ ഓർമ്മിപ്പിക്കും. ഇവള് പ്രപ്പോസ് ചെയ്തത് നോൺ ആൽക്കഹോളിക് ബിയർ ആയിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തതെന്ന് ഡോജൂൺ ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ പണ്ട് എന്നും ആൽക്കഹോൾ കുടിക്കുമായിരുന്നു, ഒരു പക്ഷേ അമ്മയുടെ ഹെൽത്ത് ഒക്കെ ആലോചിച്ചിട്ടായിരിക്കാം ഇങ്ങനെ ഒരെണ്ണം എൻ്റെ മനസ്സിലേക്ക് വന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ അവളറിയാതെ അമ്മയെയും ഡോജൂൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നണ്ണയാണ് അവൾ അമ്മയെ കാണുന്നത്. ഒരു കോള് വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും തന്നെ ഇരുത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകും. രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനില്ല, എപ്പോഴും വഴക്കാണല്ലോ. അമ്മയ്ക്ക് പനിയാണെന്ന് നമുക്ക് മനസ്സിലാവും, ഇപ്പോഴും മെഡിസിന്റെ കൂടെ ആൽക്കഹോൾ കുടിക്കാറുണ്ടോ, ഹെൽത്ത് നന്നായിട്ട് നോക്കണം, എനിക്ക് ഫാമിലി എന്ന് പറയാൻ അമ്മ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നൊക്കെ അവൾ പറയും. എന്തുകൊണ്ടാണ് പ്രസിഡന്റിനെ മീറ്റ് ചെയ്തതെന്ന് എന്നോട് പറയാനെന്നും ചോദിക്കും. അതിന് എന്ത് പറഞ്ഞാലും നമ്മൾ തമ്മിൽ വഴക്കാവുകയാണല്ലോ, എനിക്ക് നിന്റെ അടുത്ത് ആർഗ്യൂ ചെയ്യാൻ തന്നെ എനർജി വേണം, എനിക്ക് അതിനുള്ള എനർജി ഇനി ബാക്കിയില്ല എന്ന് അമ്മ പറയും. എന്നിട്ട് ഡോജൂണിനെ സണ്ണിലോ എന്നാണ് അവര് വിളിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് അവളത് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവല്ലേ, നിങ്ങളുടെ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം എന്ന് അമ്മ അവളോട് ചോദിക്കും. അപ്പൊ അമ്മ എന്തെങ്കിലും തടസ്സം പറയുന്നതാണ് അവള് വിചാരിച്ചിരുന്നത്. ഓൾറെഡി ഡോജൂണിനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും. ഡോജൂൺ തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും ചിരിച്ചോണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അവൻ ഉദ്ദേശിച്ചത് നടന്നു. ഫസ്റ്റ് റൗണ്ട് റിസൾട്ട്സ് വരും. 7 പേരെയാണ് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തേക്കുന്നത്. അതിൽ മാനേജർ നാമും ഹിയോണും ഉണ്ട്. ഹിഡൻ പാർട്ട്നേഴ്സ് കമ്പനിയെ പറ്റി ഡോജൂൺ എന്തോ സംശയമുണ്ട്, അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല, നിങ്ങൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്കിളുടെ അടുത്ത് വന്ന് ജംഗും ചോദിക്കും. അത് കേൾക്കുമ്പോൾ അങ്കിളിന് ദേഷ്യം വരും. അയാളെ സംശയിക്കുകയാണെന്ന് അങ്കിളിന് മനസ്സിലാവും. 15 വർഷം മുമ്പ് ഹസ്ബൻഡിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള കേസ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, അത് റീഓപ്പൺ ചെയ്യണം. ഡോജൂൺ സ്വന്തം ചേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്ത് വാർത്ത വരണം എന്ന് പറഞ്ഞ് നീയാണ് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് സഹായം ചോദിച്ച എൻ്റെ അടുത്തേക്ക് വന്നത്, ഞാൻ നിന്റെ അടുത്തേക്കല്ല വന്നതെന്ന് അങ്കിള് ജംഗുമിനെ ഓർമ്മിപ്പിക്കും. ജംഗുമിന് ദേഷ്യം വരും. ഇത്രയും കാലം കൊണ്ട് അതിന് പകരമായിട്ട് ഒരുപാട് ഹെൽപ്പ് ഞാനും തിരിച്ച് ചെയ്തു തന്നു മറക്കരുതെന്ന് ജംഗും അയാളുടെ അടുത്ത് പറയും. ഹിഡൻ പാർട്ട്നേഴ്സിന്റെ സിഇഒയുടെ പേര് മനഃപൂർവ്വം ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ്, എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എല്ലാം അയാളുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്നും എനിക്കറിയാമെന്ന് അങ്കിൾ പറയും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്, കാരണം അയാൾ നിങ്ങളുടെ ആളാണ്, എൻ്റെ ആളല്ല, അതുകൊണ്ട് അയാളുടെ അടുത്ത് സൂക്ഷിച്ചോളാനായിട്ട് പറയണം. പിന്നെ ഇപ്പോഴത്തെ ആ കൺസ്ട്രക്ഷൻ ബിസിനസിന്റെ കാര്യം ഹൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ, ഒരു കാര്യങ്ങളും ഞാൻ ഫ്രീ ആയിട്ട് ആർക്കും ചെയ്തു കൊടുക്കാറില്ല എന്ന് ജംഗും അങ്കിളിനെ ഓർമ്മിപ്പിക്കും. ആ കമ്പനി ഒരു ലെജിറ്റിമേറ്റ് കമ്പനി തന്നെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവരെ ടാക്സ് എല്ലാം അടച്ചിട്ടുണ്ട്, എല്ലാ പേപ്പേഴ്സും കൃത്യമാണ്, കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തതെന്ന് സെക്രട്ടറി ഗോ വന്ന് ഡോജൂണിന്റെ അടുത്ത് പറയും. അവരുടെ സംശയം സത്യമായിരുന്നു എന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. ഇതിന്റെ സിഇഒ ഇതിനു മുമ്പ് ഒരു റിപ്പോർട്ടർ ആയിരുന്നു എന്ന് സെക്രട്ടറി ഗോ പറയുന്നുണ്ടേ ഡോജൂണിന് ആളെ ഓർമ്മ വരും. നിങ്ങൾ മനഃപൂർവ്വം ചേട്ടന്റെ കൈ വിട്ടതാണോ, നിങ്ങൾ ചേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ എന്നൊക്കെ ഈ റിപ്പോർട്ടർ അവൻ്റെ അടുത്ത് ചോദിച്ചത് അവന് ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ മുഖം മാറും. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ലെങ്കിലും സെക്രട്ടറി ഗോയ്ക്ക് സംശയം തോന്നും. പബ്ലിക് ഇവാലുവേഷന് വേണ്ടിയിട്ട് 2 മിനിറ്റുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹിയോൺ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനുക്കും മിറാനും അവിടേക്ക് വരും. ത്രോട്ടൊക്കെ ക്ലിയർ ആക്കാനായിട്ടുള്ള മെഡിസിൻ എല്ലാം റെഡിയാക്കിയിട്ടാണ് അവർ വരുന്നത്.
കുറെ ഐഡിയാസും സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഇയാൾ ഓക്കെ ആണോ എന്ന് മിറാൻ മിനുക്കിന്റെ അടുത്ത് ചോദിക്കും. ആണെന്ന് അവൻ പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിന്നർ വാങ്ങി തരാനായിട്ട് അവൾ പറയും. പെട്ടെന്ന് എന്താ അവൾ അങ്ങനെ പറഞ്ഞതെന്ന് അവൻ നോക്കുന്നതന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇയാളുടെ കയ്യിൽ വാലറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ട്രീറ്റ് ചെയ്തു. ഇപ്രാവശ്യം ആ ട്രീറ്റ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇയാളോട് ഫ്രണ്ട്ഷിപ്പ് അല്ല, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. എനിക്കത് ഹൈഡ് ചെയ്യാൻ അറിയത്തില്ല, അവോയ്ഡ് ചെയ്യാൻ അറിയത്തില്ല. ഇയാൾക്ക് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്തോളൂ എന്ന് അവൾ അവനോട് പറയും. ചെക്കപ്പിന് അന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. പെൺകുട്ടിയാണെന്ന് അന്ന് അവരറിയും. അവിടുന്ന് അവര് കുഞ്ഞിന് ഡ്രസ്സ് വാങ്ങാനൊക്കെയാണ് പോകുന്നത്. അമ്മയായിട്ട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തത്, എന്നോട് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്നൊക്കെ ഒരിക്കലെങ്കിലും എനിക്ക് അമ്മയോട് ചോദിക്കായിരുന്നു. പക്ഷേ ഞാൻ പാസ്റ്റിൽ സ്റ്റക്കായിരുന്നു. അമ്മയെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സംസാരിച്ചു തുടങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അമ്മയെ മനസ്സിലാക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ എനിക്ക് അമ്മയെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഡോജൂൺ കാരണമാണ്. ഡോജൂണാണ് എനിക്കതിന് ധൈര്യം തന്നതെന്ന് പറഞ്ഞിട്ട് അവള് ഡോജൂണിന്റെ അടുത്ത് നന്ദി പറയും. അമ്മയും മിറാനും വീണ്ടും ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടും. ബ്ലൈൻഡ് ഡേറ്റിന്റെ അന്ന് സംഭവിച്ച കാര്യങ്ങൾക്ക് അമ്മ അപ്പോളജൈസ് ചെയ്യും. മസാജ് സെന്ററിൽ വെച്ച് നമ്മൾ സംസാരിച്ചതിന് ശേഷം ബ്ലൈൻഡ് ഡേറ്റിന് കണ്ടപ്പോൾ വേറൊരാളെ പോലെ എനിക്ക് തോന്നി. അന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഇയാളെ ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ പറയുന്നുണ്ടേ. ഞാൻ മസാജ് സെന്ററിൽ പോയിട്ട് കുറെ കാലമായി എന്ന് മിറാൻ പറയും. ഞാൻ അവിടെ വെച്ച് സംസാരിച്ച കുട്ടിയുടെ പേരും ഇത് തന്നെയായിരുന്നു എന്ന് അമ്മ എടുത്തു പറയുന്നുണ്ടേ. ഇതേ പേരിലുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് അവൾ മറുപടി പറഞ്ഞു കഴിയുന്നോണ്ടെയാണ് ഹിയോണിനെ പറഞ്ഞു വിട്ട കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് എനിക്ക് പകരം അവിടെ വന്നത് ഇപ്പോൾ ഡോജൂൺ ഡേറ്റ് ചെയ്യുന്ന ഹിയോൺ തന്നെയാണെന്ന് മിറാൻ അമ്മയെടുത്ത് പറയും. അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. എന്നാൽ വീണ്ടും മീറ്റ് ചെയ്തപ്പോൾ ഹിയോണിന്റെ അടുത്ത് സംശയത്തോടു കൂടിയാണ് അമ്മ സംസാരിച്ചത്. അത് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ വെപ്രാളാവും. പഴയ റിപ്പോർട്ടറിനെ സെക്രട്ടറി ഗോയും ഡോജൂണും കൂടി മീറ്റ് ചെയ്യും. 15 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ വെറും ഒരു റിപ്പോർട്ടറായിരുന്നു. ഇവനെ പറ്റി ആവശ്യമില്ലാത്ത റിപ്പോർട്ട്സ് ഒക്കെ അയാൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും സ്വന്തം ചേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു, സ്വന്തം ചേട്ടനെ കൊല്ലുവാണ് ചെയ്തത്, ഡോജൂൺ ഒരു കൊലയാളിയാണെന്ന് സസ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിക്കാണ് അയാൾ ന്യൂസ് കൊടുക്കുന്നത്. അതിനെല്ലാം ശേഷം അയാൾക്ക് അവിടുത്തെ ഡെപ്യൂട്ടി എഡിറ്ററായിട്ട് പ്രൊമോഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അയാളുടെ പേരിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനിയും അയാളെ CEO ആക്കിയിട്ട് പേരും ഒക്കെ വെച്ചിട്ട് അങ്ങളും ജങ്ങും കൂടി കളിക്കുന്നതെന്ന് ഡോജൂൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്, എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു എന്ന് അയാൾ സമ്മതിക്കും. ഇപ്രാവശ്യം എൻ്റെ പേര് മാത്രം മതി, വേറെ ഒന്നും ആവശ്യപ്പെടുത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കമ്പനിയുടെ CEO എന്ന പേരിലാണ് നിങ്ങളുടെ പേര് കൊടുത്തേക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എല്ലാം നിങ്ങൾക്കെതിരെ തിരിയും. ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുവാണെങ്കിൽ ജയിലിൽ പോകുന്നത് നിങ്ങളായിരിക്കും. ഇപ്രാവശ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് അങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അവർ വിചാരിക്കുന്നത് കൂട്ട് കാര്യങ്ങൾ പോകത്തില്ല എന്ന് പറയും. പ്രശ്നം ഗുരുതരമാണെന്ന് അയാൾക്ക് മനസ്സിലാവും. എൻ്റെ അമ്മ തനിച്ചാണ്, എന്തെങ്കിലും ചെയ്യണം, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് അയാളെ ബെഗ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണമെന്ന് ഡോജൂൺ അയാളുടെ അടുത്ത് ആവശ്യപ്പെടും. ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ഡോജൂൺ ചോദിക്കുമ്പോൾ അങ്ങളുടെ ഒരു കൂസലും ഇല്ല, നിന്റെ എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്, നാളെ നിന്റെ ഡിസ്മിസിൽ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ നീ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണെന്ന് ചോദിക്കും. അപ്പോൾ റിപ്പോർട്ടർ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ചെന്ന് ഓരോന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡിംഗ് ഡോജൂൺ അയാളെ കേൾപ്പിച്ചു കൊടുക്കും. ഇത് വീഡിയോ എവിഡൻസ് ഒന്നും അല്ലല്ലോ, വേറെ ഒരു റെക്കോർഡിംഗ് അല്ലേ എന്നാണ് ഉടനെ ഇയാൾ തിരിച്ചു ചോദിക്കുന്നത്. ജങ്ങും പുതിയൊരു ബോർഡ് ഫോം ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് കുറെ സ്റ്റോക്സ് ഒക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. സ്റ്റോക്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളെക്കാട്ടിലും കൂടുതൽ ഷെയർ ജങ്ങുമിന് ഈ കമ്പനിയിലുണ്ട്. ആദ്യം മുതലേ നിങ്ങളെ കൂടെ കൂട്ടിയത് എല്ലാ ആവശ്യങ്ങൾക്കും ശേഷം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് ആ എവിഡൻസ് എല്ലാം ഇയാൾക്ക് കൊടുക്കും. ഇന്ന് വൈകിട്ട് ബോർഡ് മെമ്പേഴ്സിനെ എല്ലാം കൂട്ടി ഒരു മീറ്റിംഗ് വിളിക്കണം, നാളത്തെ വോട്ടിങ്ങിന് മുമ്പ് തന്നെ. ഞാൻ അവിടെ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എല്ലാവരും അറിയും. ഇന്ന് എല്ലാവരും വിളിച്ച് കൂട്ടുവാണെങ്കിൽ ആരും അത് അറിയത്തില്ല, എൻ്റെ അച്ഛൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ടാണ് ഡോജൂൺ അവിടുന്ന് പോകുന്നത്. ഡോജൂണിന്റെ ഡിസ്മിസലിനായിട്ട് ജങ്ങു മാത്രമേ വോട്ട് ചെയ്തുള്ളൂ, ബാക്കി എല്ലാവരും എതിരാണ്. അങ്ങനെ അവരത് റിജക്ട് ചെയ്യും. എന്താണ് സംഭവിക്കുന്നതെന്ന് ജങ്ങുമിന് മനസ്സിലാകുന്നില്ല. ബോർഡ് മെമ്പേഴ്സിനെ എല്ലാം കൂട്ടി അങ്കിള് ജങ്ങുമിനെ അതും കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡോജൂണിന്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ് അവരെ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല, ലീഗലായിട്ട് കറക്റ്റ് ഡോസേജിലാണ് മരുന്ന് കഴിച്ചേക്കുന്നതെന്ന് പറയും. അവരതൊന്നും കാര്യമാക്കുന്നില്ല, കാരണം അവർക്കത് അറിയണ്ട. അതിന്റെ താഴെ നിങ്ങൾ ജങ്ങുമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ബ്രൈബ്സിന്റെ എല്ലാം റെക്കോർഡുണ്ട്, അതൊന്ന് നോക്കാനായിട്ട് പറയുമ്പോൾ എല്ലാവരും പാനിക്കാവും. ഇത് ഞാൻ പ്രോസിക്യൂഷന് കൈമാറണോ വേണ്ടയോ എന്ന് കുറെ ആലോചിച്ചു. നാളെ എൻ്റെ ഡിസ്മിസലിനെതിരായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഞാൻ പോലീസിന് കൈമാറത്തില്ല എന്ന് അവരവരോട് പറയുമ്പോൾ പേടിച്ചിട്ടാണ് അവര് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അവരെല്ലാം നിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നതെന്ന് ജങ്ങും ചോദിക്കും. ജങ്ങുമിന്റെ സ്ലഷ് ഫണ്ടിന്റെ ഡീറ്റെയിൽസും ബോർഡ് മെമ്പേഴ്സിന് കൊടുത്ത ബ്രൈബിന്റെ ഡീറ്റെയിൽസും റിപ്പോർട്ടേഴ്സിന് കൊടുത്ത ബ്രൈബിന്റെ ഡീറ്റെയിൽസും എല്ലാം അവൻ ജങ്ങുമിന് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്കെതിരെ മൊഴി തരാനായിട്ട് ഒരുപാട് പേര് തയ്യാറായി നിൽപ്പുണ്ട്.
അവർക്കെല്ലാം നിങ്ങളോട് പകയാണ്. അവസരം ഉണ്ടായിരുന്നപ്പോൾ ആളുകളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണമായിരുന്നു, എങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്ന് ഡോജൂൺ ജംഗുമിനെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത CCTV ഫൂട്ടേജ് അതും ഞാൻ റീസ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് പ്രോസിക്യൂഷന് കൈമാറാവുന്നതേ ഉള്ളൂ. ഞാനത് ചെയ്യാത്തതാണ്. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് തീരുമാനിക്കാം. സ്വന്തമായിട്ട് കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഡോജൂൺ പോകുന്നത്. ഡോജൂണിനെ അങ്കിളിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ജംഗുമിന് മനസ്സിലാവും. ജംഗു വന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അങ്കിള് കോളൊന്നും എടുക്കുന്നില്ല. പാനിക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെയാണ് സെയോൺ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മയ്ക്ക് ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കൂടെ? ഞാൻ മാത്രം മതിയെന്നല്ലേ അമ്മ പറഞ്ഞത്. എനിക്ക് ഈ പൊസിഷനോ കമ്പനിയോ ഒന്നും ആവശ്യമില്ല. എൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഒരാളെയാണ് എനിക്ക് ആവശ്യം. എനിക്ക് അങ്ങനെയുള്ള ഒരു അമ്മയാണ് ആവശ്യം എന്ന് അവൾ പറയും. നിന്റെ അങ്കിളുടെ കയ്യിൽ എനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഉണ്ട്. ആ ഡോക്യുമെന്റ്സ് എല്ലാം അങ്കിളുടെ കയ്യിലാണ്. അത് നീ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറയുമ്പോൾ, ഇല്ല ഞാനത് ചെയ്യത്തില്ല, ഞാനത് ഒരിക്കലും ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം അതെല്ലാം അമ്മ ചെയ്ത കാര്യങ്ങളുടെ ഫലമാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി അമ്മ തന്നെ എടുക്കണം. ഇനിയും കൂടുതൽ എന്തെങ്കിലും ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും അമ്മയെ കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് സെയോൺ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അന്നത്തേക്ക് പ്രോസിക്യൂഷൻ എന്ന ആൾക്കാർ വരും. അവരുടെ കയ്യിൽ സെർച്ച് വാറണ്ടും അറസ്റ്റ് വാറണ്ടും ഉണ്ട്. ചെയർമാന്റെ ഓർഡേഴ്സ് അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് അവർ ജംഗുമിന്റെ അടുത്ത് പറയും. ഫൈനൽ റിസൾട്ട്സ് അനൗൺസ് ചെയ്യും. ഫസ്റ്റ് പ്രൈസ് മാർക്കറ്റിംഗ് ടീമിനാണ്, സെക്കൻഡ് പ്രൈസ് ഹിയോണിനാണ്, തേർഡ് പ്രൈസും അവരുടെ ടീമിനാണ്. രണ്ട് ഫാമിലീസ് മീറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സെൻസിറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോളജൈസ് ചെയ്യുന്ന രീതിക്കാണ് ഡോജുവിന്റെ അമ്മ സംസാരിച്ചു തുടങ്ങുന്നത്. നല്ല ക്യാരക്ടറാണ് ഹിയോണ്ടെ, ഇങ്ങനെ ഒരു മോളെ കിട്ടിയതിൽ നിങ്ങൾ ഭാഗ്യവതിയാണെന്ന് ഹിയോണ്ടെ അമ്മയുടെ അടുത്ത് പറയും. എന്നെ അമ്മയായിട്ട് തന്നെ കാണണം, എനിക്ക് പെൺകുട്ടികളില്ല, അതുകൊണ്ട് എനിക്ക് നീ എൻ്റെ മോള് തന്നെയാണെന്ന് ഡോജുവിന്റെ അമ്മ അവളുടെ അടുത്ത് പറയും. അവർ കണ്ട് ഇഷ്ടപ്പെട്ട അതേ പെൺകുട്ടിയെ തന്നെയാണ് ഡോജൂൺ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന സന്തോഷം ഡോജുവിന്റെ അമ്മയ്ക്കുണ്ട്. അന്നേരം ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേന്ന് ചോദിച്ചിട്ട് അവിടേക്ക് ജംഗും വരും. അവളെ അവരാരും അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് ജംഗുമിനെ നോക്കുന്നത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.